കൊണ്ടുവന്ന് നിങ്ങളെയൊക്കെ നല്ല രീതിയിൽ നോക്കുന്നില്ലേ? ഇടയ്ക്ക് എനിക്ക് ഇതേപോലുള്ള ആളുകളുണ്ട്, പ്രായമായിട്ടുള്ള കുറച്ച് ആളുകളെ ഞാൻ റോട്ടിൽ നിന്ന് ഇതേപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന പോലീസുകാരാണ്. അപ്പൊ ഇങ്ങനത്തുള്ള സ്ഥാപനങ്ങളിൽ വരുമ്പോൾ അവർ പറഞ്ഞു കേട്ട് നല്ല രീതിയിലൊക്കെ നമ്മൾ ഇരുന്ന് പോയി കഴിഞ്ഞാൽ നമുക്കും ഒരു സന്തോഷമാണ്, അവർക്കും ഒരു സന്തോഷമാണ്. അല്ലേ? എന്താ ഞങ്ങളൊക്കെ ഉണ്ട്, പേടിക്കണ്ട കേട്ടോ. നിങ്ങളെപ്പോലുള്ള ആരും കൈയോടും കാര്യങ്ങളൊന്നും ഇല്ല. ജീവിതകാലം മുഴുവൻ നിങ്ങളെ ഇവിടെ സന്തോഷമായിട്ട് കൂടി ഇരിക്കാം. ഇതേപോലെ ആരും ഇല്ലാതെ എല്ലാവരും ഉണ്ട്. നിങ്ങളൊക്കെ ഉണ്ട് പോലെ നിങ്ങളെല്ലാം നിങ്ങൾ നോക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം ആരും ഇല്ല എന്നുള്ള തോന്നൽ ആർക്കും വേണ്ട കേട്ടോ. നിങ്ങളെ സിസ്റ്റം നിങ്ങളെ പൊന്നുപോലെ നോക്കുന്നില്ലേ? എന്ത് കാര്യം പറയാനും കൂടെ കൊണ്ടുപോകാനും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എല്ലാവരും സന്തോഷമല്ലേ ഇവിടെ ഇരുന്നൊക്കെ അല്ലേ? ഇടയ്ക്ക് നമുക്ക് ഇവിടെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. കുറച്ച് ചിലവർക്ക് ഈ പാട്ടൊക്കെ കേൾക്കുന്ന അവസ്ഥയല്ല, എല്ലാവരും പാട്ടൊക്കെ ആസ്വദിക്കുന്ന ആളുകളല്ലേ. അപ്പൊ നമുക്കൊരു ദിവസം ഒരു ഗാനമേള പോലെ ഇവിടെ ഞാൻ കൊണ്ടുവരാം. നാടൻ പാട്ട് ആളുകളെ കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ കുറച്ച് ഒരു വൺ ഡേ ഒന്ന് എൻജോയ്മെന്റ് പോലെ നമുക്ക് ചെയ്യാം. ശരി, എല്ലാം റെഡി അല്ലേ? അമ്മയൊക്കെ പാടും തോന്നുന്നു നന്നായിട്ട്. ഇതില് നന്നായി പാടുന്നവരാരാ? പാടുമോ? നന്നായിട്ട്. നമുക്കൊരു ദിവസം ഞാൻ വരാം. നമുക്കൊരു വേദി നമുക്കിവിടെ ഉണ്ടാക്കാം. എങ്ങനെ നമുക്ക് നന്നായി പാടുക, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. നമ്മളെ കാലൊക്കെ കൈവിട്ടാലും ഞാനെന്താ സിസ്റ്റർ, അതുപോലെ നമ്മുടെ കൂടെ നിങ്ങളെ വിളിച്ചാൽ വന്ന നിങ്ങളെപ്പോലുള്ള ഒരു ചേച്ചി ഇവിടെ കൊണ്ടാക്കാൻ വന്നാണ് ഞങ്ങൾ. അപ്പൊ അവർക്കും മറ്റു കാര്യം ആരും ഇല്ല, കൊണ്ടാക്കാൻ വേണ്ടി പുതിയൊരു അഡ്മിഷനായിട്ട് അവരെ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ അവര് നല്ലപോലെ നിങ്ങളുടെ സ്വന്തം സഹോദരി എന്നുള്ള രീതിയിൽ തന്നെ നോക്കി മുന്നോട്ട് വരാം. എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നമുക്ക് നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ആരും അനാഥരല്ല അവിടെ. മനസ്സിലാവുന്നോ? നിങ്ങൾക്ക് ആരുമില്ലേ, ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഉണ്ട്. അത് മനസ്സിൽ വെച്ചോ. അപ്പൊ പ്രാർത്ഥന നടക്കട്ടെ നല്ല രീതിയിൽ കേട്ടോ. നന്നായി എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാം. ആരും ഇവിടെ ദുഃഖം ഒന്നും പാടില്ല അവിടെ. എല്ലാവരും നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ടിട്ടുള്ള മുഖമാണ് നമുക്ക് എല്ലാവരും ഇവിടെ കാണുന്നത്. ഓക്കെ, ശരി. ഒരു ദിവസം ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം നമുക്കൊന്ന് അടിച്ചു പൊളിക്കുന്ന പോലെ ഇവിടെ നല്ലൊരു ഗാനമേള അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവരാം കേട്ടോ. ആരും ഒന്നും പറയുന്നില്ല. ഹാപ്പി അല്ല എല്ലാവരും? നിങ്ങൾക്ക് ആവശ്യം അതാണല്ലോ മെയിനായിട്ട്. എന്തത് അങ്ങനെ വേണ്ടത്? അതാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ എൻജോയ്മെന്റ് ആണ് നമുക്കുള്ള കാര്യങ്ങൾ. നമ്മളിവിടെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ നിങ്ങളൊപ്പം ഒരു ദിവസം എത്രത്തോളം നിങ്ങളൊപ്പം ചെലവഴിക്കാൻ പറ്റും അത് മുഴുവൻ ഞങ്ങൾ ചെലവഴിക്കും. കൊണ്ടുവരും ഞാൻ കൊണ്ടുവരുന്ന ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കും നിങ്ങളെ പോലുള്ള ആളുകളെയൊക്കെ നമ്മൾ കാണുമ്പോൾ നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഞങ്ങളെ കൂടി ഒരു കർത്തവ്യമാണ്. ഞങ്ങൾ പോലീസുകാർ മാത്രമല്ല, നമ്മളിത് പല നല്ല രീതിയിൽ പ്രവർത്തനത്തെ പോലെ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതുപോലെ നിങ്ങളെ ഒരു എൻജോയ്മെന്റ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ഞങ്ങളുടെ ആളുകളെ കൊണ്ടുവരാം കേട്ടോ. എന്തെങ്കിലും മറ്റേ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ചെയ്ത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ സാറിനെ കൊണ്ടും ആവുന്ന രീതിയിലെല്ലാം ഞങ്ങൾ ചെയ്തത്. അപ്പൊ എല്ലാവരും സന്തോഷം തന്നെയല്ലേ? വീണ്ടും ചോദിക്കാം, നല്ല രീതിയിൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അത്ര മാത്രമേ സാർക്ക് ആവശ്യമുള്ളൂ. പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾ പ്രാർത്ഥന മുടക്കണം. ഓക്കെ.